ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൃശ്യം 3 തിയേറ്ററിലെത്തിയിട്ട് 4ാമത്തെ ചൊവ്വാഴ്ച കൂടിയായി 27 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തിയ ഈ സിനിമ 2026 തിയേറ്ററിലെത്തിയ മലയാള സിനിമകളുടെ പട്ടികയിൽ ആഗോള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയായി മാറിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷനായി സിനിമ ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത് 237 കോടി രൂപയാണ്. കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. സിനിമ 89 കോടി 65 ലക്ഷം രൂപയാണ് കേരളത്തിൽ ഇന്നലെ വരെ നേടിയെടുത്തിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ 89 കോടി 20 ലക്ഷം കളക്ട് ചെയ്തിരുന്ന 2018 എന്ന സിനിമയാണ് ദൃശ്യം 3 മറികടന്ന് 4ാം സ്ഥാനം കരസ്ഥമാക്കിയത്. എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് വാഴ 2 തന്നെയാണ്. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ സബിൻ എസ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 2 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ഹാഷിർ, അലൻ ബിൻ സിറാജ്, അജിൻ ജോയി, വിനായക് എന്നിങ്ങനെ ഒരുപറ്റം പുതുമുഖ താരനിരയായിരുന്നു അണിനിരന്നിരുന്നത്. വാഴ 2 കേരളത്തിൽ 129 കോടി 55 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഫൈനൽ കളക്ഷനായി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വാഴ 2 നേടിയെടുത്തത് 20 കോടി 50 ലക്ഷം രൂപയായിരുന്നു. ഇതിൽ 15 കോടി രൂപ മലയാളം പതിപ്പിൽ നിന്നും 5 കോടി 50 ലക്ഷം രൂപ തെലുങ്ക് പതിപ്പിൽ നിന്നുമായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി വാഴ 2 നേടിയെടുത്തത് 150 കോടി 5 ലക്ഷം രൂപയാണ്. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2026 തിയേറ്ററിലെത്തിയ സിനിമകളുടെ പട്ടികയിൽ ഇതുവരെ 1ാം സ്ഥാനത്ത് വാഴ 2 തന്നെയായിരുന്നു. വിദേശത്ത് നിന്ന് 85 കോടി 40 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 235 കോടി 45 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യം 3 ഈ കളക്ഷൻ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1ാം സ്ഥാനത്തുള്ളത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര തന്നെയാണ്. 303 കോടി രൂപയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. 2ാം സ്ഥാനത്തുള്ള എമ്പുരാൻ 286 കോടി രൂപ നേടിയെടുത്തിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ആണ്. 242 കോടിക്ക് മുകളിലാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ്. 121 കോടിക്ക് മുകളിലാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. 3ാം സ്ഥാനത്ത് തുടരും എന്ന മോഹൻലാൽ ചിത്രമാണ്. 119 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ തുടരും എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ 89 കോടി 65 ലക്ഷം രൂപയുമായി 4ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്ന ദൃശ്യം 3 നാളെ ബുധനാഴ്ച രാത്രി 12 മണിയോടെ ആമസോൺ പ്രൈം വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഇനി കേരള ബോക്സ് ഓഫീസിൽ സിനിമ 90 കോടിയിലേക്ക് എത്തിച്ചേരുമോ ഇല്ലയോ എന്ന ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട്. അതേസമയം 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 3ാമത്തെ മലയാള സിനിമ ആട് 3 ആണ്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ സൈജു കുറുപ്പ്, വിനായകൻ, വിജയ് ബാബു, സണ്ണി വെയിൻ, ധർമ്മജൻ ബോൾഗാട്ടി എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 53 കോടി 10 ലക്ഷം രൂപയായിരുന്നു ഫൈനലായി നേടിയെടുത്തിരുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടി 80 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി ആട് 3 കളക്ട് ചെയ്തത് 58 കോടി 90 ലക്ഷം രൂപയാണ്. വിദേശത്ത് $6.53 മില്യൺ, അതായത് 61 കോടി 22 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി 120 കോടി 12 ലക്ഷം രൂപയാണ് ഫൈനലായി ആട് 3 നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.